ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സിവിൽ 3D ട്യൂട്ടോറിയൽ സെക്ഷൻ്റെ മറ്റൊരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെ അസംബ്ലി ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അസംബ്ലി എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽസ് ആണ്. അസംബ്ലി എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ പോലെ. നമ്മൾ ഈ 2D ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ കുറേ റോഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്കൊരു കുറച്ച് പോർഷനിലൊരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് സെക്ഷൻ വരച്ചിട്ട് പറയും ഇത്ര സ്ട്രെച്ച് തൊട്ട് ഇത്ര സ്ട്രെച്ച് വരെ ഈ ക്രോസ് സെക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റോഡ് ആ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അതുപോലെ ഈ കോഡ് ഉണ്ടാക്കാനായിട്ട് സിവിൽ 3D ഉപയോഗിക്കുന്നതാണ് അസംബ്ലി. അസംബ്ലിയിൽ നമുക്ക് ഷേപ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് റോഡിൻ്റെ ഷേപ്പിൽ ആഡ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് കോഡോഡിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഷേപ്പിൽ നമുക്ക് കോഡോഡ് ക്രിയേറ്റ് ആയി വരും. ഒരു കോഡോഡ് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അസംബ്ലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അത് ഹോം പേജിനകത്ത് അസംബ്ലി എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് അസംബ്ലി കൊടുക്കുക. അപ്പോൾ ഈ നെയിം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി കോഡ് സെറ്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഡ് സെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് സിവിൽ 3Dയിലുള്ള കോഡ് സെറ്റ്സ് യൂസ് ചെയ്യുക. പലരും കോഡ് സെറ്റ്സ് ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോഡ് സെറ്റ്സ് ഒക്കെ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹാച്ചും കാര്യങ്ങളും പിന്നെ അതുകൂടാണ്ട് നമുക്ക് വരുന്ന ക്വാണ്ടിറ്റിയൊക്കെ അക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡ് സെറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കും, നമ്മുടെ ഓൺ കോഡ്സ്. ഇതിപ്പോൾ സിവിൽ 3Dയിൽ ഡിഫോൾട്ടായിട്ടുള്ള കോഡ്സാണ്. ഇപ്പോൾ ഈ അസംബ്ലി എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൗണ്ടറാണ് വരുന്നത്. നെക്സ്റ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 1 അസംബ്ലി 1 എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ പേര്. അപ്പോൾ അങ്ങനെ വന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തന്നെ വെക്കണം അസംബ്ലി 1 നെക്സ്റ്റ് കൗണ്ടർ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ബേസ് വരും. ഇതാണ് അസംബ്ലി ബേസ്. അപ്പം ഇതിൽ ഒന്നുമില്ല, നില്ലാണ് റീജിയൻ ഒന്നുമില്ല. ഇതിനകത്ത് നമ്മൾ ഷേപ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അന്ന് ഷേപ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ ടൂൾ പാലറ്റിൽ പോവുക. ടൂൾ പാലറ്റിൽ നിന്ന് ഹോം പേജിനകത്ത് പാലറ്റ്സിനകത്ത് ടൂൾ പാലറ്റ്സിൽ പോയാൽ നമുക്ക് ഷേപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് ടൂൾ പാലറ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ഓൾറെഡി പ്രിപ്പയർഡ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച കുറേ അസംബ്ലീസ് ഉണ്ട്. ബേസിക്സ് ആയിട്ടുള്ള കുറേ അസംബ്ലീസ് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അസംബ്ലി ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു അസംബ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക്സിൽ പോവുക. ബേസിക് ലൈന് ലൈൻസും കാര്യങ്ങളൊക്കെ ബേസിക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബേസിക് ലൈന്, ബേസിക് ട്രാൻസിഷൻ, അതുപോലെ തന്നെ ബേസിക് കട്ട് ആൻഡ് ഫില്ല് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രെഞ്ച്, കർബ് എല്ലാം ബേസിക് ഉണ്ട്. അതുകൂടാതെ ലൈൻസിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഷോൾഡർ, മീഡിയൻസ്, കർബ്സ്, ഡേ ലൈറ്റ്, കട്ട് ഓർ ഫില്ല്, അതുപോലെ ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് നമുക്ക് കട്ട് മതി അല്ലെങ്കിൽ ഫില്ല് മതി. അപ്പോൾ നമ്മൾ ഡിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്യുവാണ്, അതിനകത്ത് ഡിച്ചൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ ലിങ്ക്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഷേപ്സ് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പോളിലൈൻ വെച്ചിട്ട് ഷേപ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് സബ് അസംബ്ലി ആക്കാം. അതൊക്കെ ഞാൻ അടുത്ത ട്യൂട്ടോറിയൽ പറയാം. കാരണം അതൊക്കെ ഡീറ്റെയിൽസ് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ അടുത്ത വീഡിയോസിൽ നമ്മൾ ഉൾക്കൊള്ളിക്കും. അപ്പോൾ നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള മതി, ബേസിക് ആയിട്ടുള്ള ലൈൻസും കാര്യങ്ങളും. അപ്പോൾ ബേസിക് കൊടുത്തു, ബേസിക് ലൈൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പം ബേസിക് ലൈൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും പാരാമീറ്റേഴ്സ്, അതായത് വേഷൻ സൈഡ്, റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, അങ്ങനെയാണ് അസംബ്ലിയുടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈനിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.6 ആണ്. നമ്മൾ ഏകദേശം ഒരു 2.5 ഒരു 5 മീറ്ററിൻ്റെ ലൈൻസാണ്. 5 മീറ്റർ ലൈനുള്ള ഒരു 2-വേ റോഡാണ് നമ്മൾ ഉണ്ടാക്കാൻ ഒന്നെങ്കിൽ നമുക്ക് ഈ ഡയമെൻഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഒരു 2.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും 2.5 ആകുമ്പോൾ 5 മീറ്റർ ആവും. പിന്നെ ഇതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് 0.2 ഇതെല്ലാം നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ 2.5 ഒരു സബ് അസംബ്ലി ബേസിക് ലൈന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡും വേണം. അതിന് വേണമെങ്കിൽ നമുക്കിവിടെ മിറർ ചെയ്യാം. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ മിറർ കൊടുത്താൽ ഇപ്പുറത്തേക്ക് വരും, അല്ലെങ്കിൽ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. എങ്ങനെ വേണം ചെയ്യാം. അപ്പം അല്ലെങ്കിൽ നമുക്കിതിപ്പോൾ ഈ സെയിം പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ബേസിക് ലൈൻ എടുത്ത് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് ക്ലിക്ക് ചെയ്താലും വരും. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക 2.5 തന്നെയാണെന്ന്. പിന്നെ ഇതിനകത്ത് 0.2 അതുപോലെ -2% സ്ലോപ്പ്, അതായത് കർബിൽ നിന്ന് അല്ല സെൻറ്ററിൽ നിന്ന് ക്രൗണിൽ നിന്ന് -2.2% സ്ലോപ്പാണ്. മൈനസ് സ്ലോപ്പാണെങ്കിൽ, അതായത് പ്ലസ് സ്ലോപ്പ് ആണെങ്കിൽ ഇതിങ്ങനെ മേലേക്ക് പോകും, മൈനസ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് താഴേക്കുന്നത്. അപ്പോൾ നമ്മളത് 2% എന്നുള്ളത് അങ്ങനെ തന്നെ വയ്ക്കുകയാണ്. പിന്നെ ഇതുപോലെ ഇതിൻ്റെ രണ്ടും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റാം. ഇപ്പോൾ 2.5 എന്നുള്ളത് മാറ്റിയിട്ട് 2.75, അപ്പോൾ 5 മീറ്റർ ആണെങ്കിൽ അല്ല 5.5 മീറ്റർ ആണെങ്കിൽ ഓക്കെ. അതുപോലെ 0.2 എന്നുള്ള 0.3 ആക്കി. അതുപോലെ 2% എന്നുള്ളത് -1% സ്ലോപ്പ് കൊടുത്തു. അങ്ങനെ നമുക്ക് എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ചിലപ്പം നമുക്കിവിടെ ഒരു കർബായിരിക്കും, അല്ലെങ്കിൽ ഷോൾഡർ ആയിരിക്കും. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഷോൾഡർ ഇവിടെ ഉണ്ട്. ബേസ് ഷോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ബേസ് ഷോൾഡർ വന്നു.
ഇതാണ് നമ്മുടെ ബേസ് ഷോൾഡർ. അല്ലാണ്ട് നമുക്ക് ഷോൾഡർ സെക്ഷനിൽ ഉണ്ട് കേട്ടോ. ഷോൾഡർ സെക്ഷനിൽ ഷോൾഡർ എക്സ്റ്റൻഡ് ആൾ, അതുപോലെ പേയ്മെൻറ്റും ഉള്ളതും, അതുപോലെ ഡേ ലൈറ്റിലുള്ള ഷോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ഓരോന്ന് ഇൻസെർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് നല്ലപോലെ തറവായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഷോൾഡർ നമ്മൾ എഡിറ്റ് ചെയ്യുക. റൈറ്റ് സൈഡ് 0.9 മീറ്റർ വിഡ്ത്ത്, അതായത് ഈ വിഡ്ത്ത് 0.9 മീറ്റർ. അപ്പോൾ ഞാനത് ഒരു മീറ്ററിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ 0.2 നമ്മൾ 0.3 ആണ് വെച്ചേക്കുക. 0.3 തന്നെ ഇരിക്കട്ടെ. -4% ആണ്. അപ്പോൾ നമുക്ക് -2% തന്നെ മതി. അല്ല, ഓൾറെഡി -1% തന്നെ മതി. ഓൾറെഡി ഇത് -1 അല്ലേ, -1%. അപ്പോൾ ആ സെയിം സ്ലോപ്പിൽ തന്നെ പോയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്തെ സൈഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മിറർ കൊടുത്താൽ മതി. മിറർ കൊടുക്കുമ്പോൾ മിറർ കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണോ മിറർ വരേണ്ടത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ, ആ ലിങ്കിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ അത് മിററാവും. ഇതെല്ലാം ലിങ്ക്സാണ്, ലിങ്ക്സ്. അപ്പോൾ അവിടെ നമുക്കായി. ഇനി വേണ്ടത് നമുക്ക് ഒരു ഷോൾഡർ. ഇനിയിപ്പോൾ ഡിച്ച് അല്ലെങ്കിൽ ഒരു ട്രെഞ്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഡിച്ച് എടുക്കാനുണ്ടെങ്കിൽ ഡിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് ഏത് ഷേപ്പിലുള്ള ഡിച്ച് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ആ ലിങ്ക്സ് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ആ ഷേപ്പിലുള്ള ട്രെഞ്ച് ഇവിടെ ക്രിയേറ്റ് ആയി വരും. ഇതിപ്പോൾ നമ്മുടെ ഷേപ്പ് മാത്രമാണ്, ഇത് പേയ്മെൻ്റ് ഒന്നുമില്ല. പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ താഴേക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല, ഷേപ്പ് മാത്രമേ ഉള്ളൂ. അത് മണ്ണില്ലാത്ത ഡിച്ച് അത്രേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ എഡിറ്റ് ചെയ്യാം. ഇത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ വീതി, കട്ടർ ഫില്ല്, റൈറ്റ് സൈഡ്, ഇതുപോലെ ഡിച്ച് വിഡ്ത്ത് 1 മീറ്റർ എന്നുള്ളത് മാറ്റി 0.5 മീറ്റർ ആക്കാം. പിന്നെ ഇതിൻ്റെ ഡിച്ച് ഡെപ്ത്ത് 1 മീറ്റർ എന്നുള്ളത് 1.2 മീറ്റർ ആക്കാം. അതുപോലെ 2.2 ഇല്ല, 1.2 സോറി. അല്ലെങ്കിൽ ഇതിൻ്റെ ഡിച്ച് സ്ലോപ്പ് 1:2 അല്ലെങ്കിൽ 2:1 എന്നുള്ള സ്ലോപ്പിലേക്ക് കൊടുക്കാം. പിന്നെ ഇത് ഓരോ പോർഷനായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വരികയാണ്, അതാ ഇങ്ങനെ ഷേപ്പ് മാറാതെ. പിന്നെ ഇതിൻ്റെ ബഫർ വിഡ്ത്ത് 1 മീറ്റർ, 4 സ്ലോപ്പ്, ബാക്ക് സ്ലോപ്പ്. 4 സ്ലോപ്പ് നമുക്ക് ആവശ്യമില്ല. ബാക്ക് സ്ലോപ്പ് നമ്മൾ 2% ആക്കുക. അതുപോലെ 2% ആക്കി. ബാക്ക് സ്ലോപ്പ് വിഡ്ത്ത് 1 മീറ്റർ എന്നുള്ളത് മാറ്റി 1 മീറ്റർ തന്നെയാണ് നമ്മളപ്പുറത്തും കൊടുത്ത് 6 ബാക്ക് സ്ലോപ്പ്. അതായത് നമുക്ക് 4 സ്ലോപ്പ് ആവശ്യമില്ല. പിന്നെ സ്ലോപ്പ് ലിമിറ്റ് 1:1. മെറ്റീരിയലിലെ തിക്നെസ് 0.3 mm. അതുപോലെ മെറ്റീരിയൽ നെയിം, ഓരോരോ കാര്യങ്ങൾ. സീഡഡ് ഗ്രാസ് ആണ്. ഇതിനകത്ത് നമ്മൾ മെറ്റീരിയലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ ട്രെഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഇപ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ മിറർ ചെയ്ത് വെക്കാം. മിറർ ചെയ്ത് നമുക്ക് എവിടെയാണ് വേണ്ടത് ആ ലിങ്കിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മിറർ ആയിക്കോളും. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത്, ഇവിടെ നമ്മളൊരു ഹിൽ സ്റ്റേഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു മല, നമുക്കിതിങ്ങനെ മലയിൽ കൂടെ, അപ്പം നമുക്ക് റോഡ് വേണ്ടത് ഇങ്ങനെ. അപ്പോൾ നമുക്കിവിടെ ഇത്രയും പോർഷൻ കട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ ഈ പോർഷനിൽ ഇവിടെ ഫില്ല് വേണം, മനസ്സിലായോ? ഇവിടെ ഇത്രയും പോർഷൻ ഫില്ല് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കട്ട് ഓഫ് ഫില്ല്, അത് ഡേ ലൈറ്റ് കട്ട് ഓഫ് ഫില്ല് നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഡേ ലൈറ്റിനകത്ത് പോയാൽ ഒരുപാടുണ്ട്. ഡേ ലൈറ്റ് ബേസിനുണ്ട്, ഡേ ലൈറ്റ് ബേസിൻ 2 ഉണ്ട്, ഡേ ലൈറ്റ് ബെഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി കൊടുക്കുന്ന ഡേ ലൈറ്റ് ബെഞ്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോയിട്ട് ഒരു ബെഞ്ചിങ് കൊടുത്ത് പിന്നെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഹൈവേസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ ബെഞ്ചിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ മണ്ണിടിച്ചിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ, അതായത് നമ്മൾ ട്രെഞ്ചിൻ്റെ എൻഡിലുള്ള ആ ലിങ്കിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം ഡേ ലൈറ്റ് ബെഞ്ച് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണം. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാം. കട്ട് സ്ലോപ്പ് 2:1, അതായത് 45 ഡിഗ്രി. മാക്സിമം കട്ട് ഹൈറ്റ് 3 മീറ്റർ എന്നുള്ള, നമുക്കിപ്പോൾ എന്തോരം മാക്സിമം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ചിലപ്പോൾ ഒരു വലിയ മലയൊക്കെ ആണെങ്കിൽ നമുക്ക് 3 മീറ്റർ കൊണ്ട് തീരത്തില്ല. അപ്പോൾ നമുക്ക് 5 മീറ്റർ 10 മീറ്റർ നമുക്ക് ഇഷ്ടമുള്ളത്. സ്ലോപ്പ് 2:1. അതുപോലെ മാക്സിമം ഫിൽ ഹൈറ്റ് 3 മീറ്റർ എന്നുള്ളത് ഒരു എത്ര നമുക്ക് എന്തോരം വേണം. ബെഞ്ച് വിഡ്ത്ത്, അതായത് ഈ ബെഞ്ചിൻ്റെ വിഡ്ത്ത് 1.5 മീറ്ററാണ്. ഞാനൊരു 1 മീറ്റർ കൊടുക്കുകയാണ്. അതുപോലെ ബെഞ്ച് സ്ലോപ്പ് 2 എന്നുള്ളത് 1, ആ ടുവേഡ്സ് ദിസ് സൈഡാണ് സ്ലോപ്പ്. അതാണ് ഈ +2 +1. പിന്നെ ഇതിൽ സ്ലോപ്പ് ലിമിറ്റ്, അപ്പോൾ ഏകദേശം നമ്മുടെ സ്ലോപ്പ് ലിമിറ്റ് 3, അതായത് 1, 2, 3 അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. എല്ലാം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. 1 by 1 ആയിട്ട് എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ വൺസ് ഇത് ഫൈനലൈസ് ചെയ്താൽ മിറർ കൊടുത്തിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊടുക്കുക. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു സൈഡ് കട്ടിലേക്കും ഒരു സൈഡ് ഫില്ലിലേക്കുമാണ്. അപ്പോൾ ഈ സൈഡിൽ ഫില്ലില്ല, ഈ കട്ടില്ല, ഫില്ല് മാത്രം ഉള്ളെങ്കിൽ ഇത് പോയിട്ട് മറ്റേ നമ്മുടെ ഈ ലിങ്ക് പോയിട്ട് ടച്ച് ആവും നമ്മുടെ സർഫസിലേക്ക്. ഇവിടെ നമുക്ക് കട്ടാണെങ്കിൽ ഈ ലിങ്ക് പോയിട്ട് സർഫസിലേക്ക് ടച്ച് ആവും. അങ്ങനെയാണ് നമുക്ക് ഇതെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അസംബ്ലി റെഡി ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ അസംബ്ലി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസംബ്ലി ഓൾറെഡി റെഡി ആയി. ഇതിപ്പോൾ നമുക്ക് ടൂൾ പല്ലറ്റിനകത്ത് പോയാൽ അസംബ്ലി എന്ന് പറയുന്ന പ്രോസ്പെക്ടറിനകത്ത് അസംബ്ലി എന്ന് പറയുന്ന അസംബ്ലി 1 എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ എങ്ങനെ കോഡുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.